അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആറാമത്തെ ബ്ലോക്കിൽ ചില പരിശീലനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 5 ബ്ലോക്കുകളിലായിട്ട് ഗദ്യസാഹിത്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അറബി ഭാഷയിലെ ഗദ്യസാഹിത്യം ആധുനിക യുഗത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ബ്രീഫായിട്ട് മനസ്സിലാക്കി. പിന്നെ അതിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നും നാടകത്തിൽ നിന്നുമൊക്കെ നമ്മൾ കുറേ ഭാഗങ്ങൾ വായിച്ചു മനസ്സിലാക്കി. ഇനി അതുപോലെ ചില ഗദ്യസാഹിത്യത്തിൻ്റെ ഇനങ്ങളായിട്ടുള്ള മക്കാലകൾ, പ്രശസ്തരായ ആധുനിക അറബി സാഹിത്യത്തിലെ എഴുത്തുകാരുടെ വളരെ പ്രശസ്തമായ കൃതികളിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രയോഗം തന്നെ ഒന്ന് തൊട്ടു നോക്കി അതിൻ്റെ രുചി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പാഠഭാഗത്തിനൊപ്പം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇനി അടുത്ത ഓരോ ചാപ്റ്ററുകളിലായിട്ട് ഓരോ ടാസ്കുകൾ എന്ന് പറഞ്ഞ് വരുന്നത്. ഒന്നാമത്തത് മിൻ കിതാബി വഹിയുൽ ഖലം, മുസ്തഫ സാദിഖ് റാഫിയുടെ വഹിയുൽ ഖലം. വളരെ പ്രശസ്തമായൊരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥവും അതിൻ്റെ ഒരു ശൈലിയും നമ്മൾ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ്. ഖറജ്തു അഷ്ഹദു തബീഅത കൈഫ തുസ്ബിഹു കൽ മഅ്ശൂഖിൽ ജമീൽ. പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. ആ ഒരു രംഗമാണ് പറയുന്നത്. ഖറജ്തു, ഞാൻ പുറപ്പെട്ടു. അഷ്ഹദു തബീഅത കൈഫ തുസ്ബിഹു, പ്രകൃതി എങ്ങനെയാണ് രാവിലെയാകുന്നത്. കൽ മഅ്ശൂഖിൽ ജമീൽ, സുന്ദരിയായ പ്രിയങ്കയെപ്പോലെ, സുന്ദരിയായ കാമുകിയെപ്പോലെ. മഅ്ശൂഖ്, സ്നേഹിക്കപ്പെടുന്നവൾ. ലാ യുഖദ്ദിമു ലി ആശിഖത്തിൻ ഇല്ലാ അസ്ബാബ ഹുബ്ബിഹി, ലാ യുഖദ്ദിമു ഇല്ലാ ലി ആശിഖിഹി ഇല്ലാ അസ്ബാബ ഹുബ്ബിഹി. പ്രകൃതിയെ കാണുമ്പോൾ, ഒരു കാമുകിയെ കാണുമ്പോൾ തോന്നുന്നത് പോലെ, പ്രകൃതിയുടെ പ്രഭാതം കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാകുന്നത് ആ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്. വകൈഫ തകൂനു കൽ ഹബീബ് യസീദു ഫിൽ ജിസ്മി ഹാസത്ത ലംസിൽ മആനിൽ ജമീല. എങ്ങനെയാണത് പ്രിയതമയാകുന്നത്. യസീദു ഫിൽ ജിസ്മി ഹാസത്ത ലംസിൽ മആനിൽ ജമീല, പുതിയ അർത്ഥത്തിൻ്റെ തിരിച്ചറിവുകൾ ശരീരത്തിൽ അത് കോരിയിടുന്നു. വകുന്തു കൽ ഖൽബിൽ മഹ്ജൂരിൽ ഹസീൻ വജദ സമാ വൽ അർദ്, ഞാൻ ദുഃഖിതനായിരുന്നു ആകാശഭൂമികളെ പിടിച്ചു വെക്കപ്പെട്ടവനെ പോലെ. വലം യജിദ് ഫീഹിമാ സമാഉഹു വ അർളുഹു, അങ്ങനെ ബന്ധിതനാകുന്ന സമയത്ത് വിശാലമായ ആകാശവും വിശാലമായ ഭൂമിയുണ്ടെങ്കിലും അതൊന്നും കാണാൻ കഴിയില്ല. അത് ഓർമ്മകളുടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ബന്ധനം, എന്ത് ബന്ധനമാണെങ്കിലും. അല കം ആലാഫി സിനീൻ വ ആലാഫിഹ ഖദ് മുൽതു മുൻദു അഖ്റജ ആദം മിനൽ ജന്ന. ആദം നബി അള്ളാഹു ഭൂമിയിൽ നിന്ന് അയച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞു. വമാ ദാലിക ഫത്താരിഹു യഈദു നഫ്സുഹു ഫിൽ ഖൽബ്, ചരിത്രം അങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ലാ യഹ്സനു ഹാദൽ ഖൽബ് ഇല്ലാ ശറക അന്നഹു തുരിദ മിനൽ ജന്നതി ലാ സഅതിഹി. ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗ്ഗത്തിലേക്കാണല്ലോ മടക്കപ്പെട്ടത്, അവിടുന്ന് പുറത്താക്കി അങ്ങനെയാണല്ലോ ഭൂമിയിലെത്തുന്നത്. ലാ യഹ്സനു ഹാദൽ ഖൽബ് ഇല്ലാ ശറക അന്നഹു തുരിദ മിനൽ ജന്നതി ലാ സഅതിഹി. സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടല്ലാതെ ഈ ഹൃദയം വേദനിക്കുകയില്ല. യഖഫ് ഷായിർ ബി ഇസായി ജമാലി തബിയ ഫലാ യംലികു ഇല്ലാ യതദഫഖ വയഹ്തസ്സ വയത്രബ്. കവി പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. ലിഅന്ന സിർറ അല്ലദീ ഇൻബസഖ ഹുനാ ഫിൽ അർദ് യരീദു അൻ യൻബസഖ ഹുനാക ഫിൻ നഫ്സ്, ഭൂമിയുടെ രഹസ്യം മനസ്സിലേക്ക്. വശായിറു നബിയു ഹാദിഹി ദിയാന റഖീഖ അല്ലതി മാ ശരീഅതിഹ ഇസ്ലാഹു അന്നാസ് ബിൽ ജമാലി വൽ ഖൈർ. ഈ മതത്തിൻ്റെ പ്രവാചകർ മതത്തിൻ്റെ അനുയായികളെ നന്മയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഭൂമി സൗന്ദര്യവും സുന്ദരമായ കാഴ്ചകൾ നിറഞ്ഞ ഭൂമിയുടെ സഞ്ചാരം. ലാഹത്ത് ലി അൽ അസ്ഹാറു കഅന്നഹ അൽഫാദ് ഹുബ്ബിൻ റഖീഖ മുഅശ്ശാത്തുൻ ബിൽ ഇസ്തിആറാത്തി വൽ മജാസാത്ത്. എനിക്ക് പുഷ്പങ്ങൾ വിടർന്നു തന്നു. കഅന്നഹ അൽഫാദ് ഹുബ്ബിൻ റഖീഖ മുഅശ്ശാത്ത്, സ്നേഹം നിറഞ്ഞ വാക്കുകളെപ്പോലെ ആയതുപോലെയുണ്ട്. വന്നസീമു ഹുലൂലുഹാ കസൂബിൻ ഹസന, വന്നസീം ബ്രീസ് ഇളം തന്നൽ, ഹുലൂലുഹ കസൂബിൽ ഹസന അലൽ ഹസന, ഭംഗിക്കുമേൽ ഭംഗിയായിട്ട് പ്രകൃതി നിൽക്കുന്നു. വകുല്ലു സഹറത്തിൻ കബ്തിസാമ തഹ്തഹ അസ്റാറും മിൻ മആനിൽ ഖൽബിൽ മുഅഖദ. എല്ലാ പുഷ്പവും ഒരു പുഞ്ചിരിയാണ്, അവയുടെ മനസ്സിൽ വിശാലമായ ഹൃദ്യമായ അർത്ഥങ്ങളുണ്ടാകും. അഹിയ ലോഅത്തുല്ലാഹിൽ മുലവ്വൻ മിനശംസി ദാത്തിൽ അൽവാനി സബ്അ, 7 വർണ്ണങ്ങളുടെ നിറം അതാണോ. അംലുഅത്തുല്ലാഹിൽ മുലവ്വനി മിൽ ഖദ്ദി വശഫ വസ്സദ്ർ വന്നഹർ വദ്ദീബാജ് വൽ ഹില, ആഭരണങ്ങൾ, ചുണ്ട്, കവിള്, നെഞ്ച് ഇവയിൽ നിന്നുള്ളതാണോ. വമാദാ യഫ്ഹമുൽ ഉശ്ശാഖു മിൻ റസൂമി തബിഅ ഫി ഹാദിൽ അസ്ഹാറിൽ ജമീല,
ഭംഗിയുള്ള പുഷ്പങ്ങൾ കണ്ടാൽ ആവേശത്തോടെ കാമുകന്മാർ നോക്കി നിൽക്കുന്നു. കാമുകന്മാർ ഈ പൂവിൽ നിന്ന് എന്താണ് നുകരുന്നത്? അനുഷീർ ലഹും ബിസ്സഹരില ഉമരിൽ ലസത്തിൻ ഖസീർ. ഈ പുഷ്പത്തിൻ്റെ കാലം വളരെ പരിമിതമാണെന്ന് അവർക്ക് പറയുമോ? കാന്നഹാ തഖുല്ലലാമി ഖദാരിഹാദ അത്വലിമുഹും അനിൽ ഫർഖ ബൈന ജമീൽ വ ജമീൽ കൽ ഫർഖ ബൈന വല്ലൗൻ. ഒരു ഭംഗിയും ജമീലിൽ നിന്നും ജമീലിലേക്ക്, ഒരാളെക്കുറിച്ച് ഭംഗിയുള്ളതാന്ന് പറയാം, വേറൊരാളെക്കുറിച്ചും ഭംഗിയുള്ളതാന്ന് പറയാം. പക്ഷേ രണ്ടാളെക്കുറിച്ചും അവരിൽ ഏറ്റവും ഭംഗി ആരാന്നൊരു ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് കൽ ഫർഖ് ബൈനൽ ലൗൻ വല്ലൗൻ, രണ്ട് നിറങ്ങൾ പോലെയാണ്. നിറങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ ചുവപ്പിന് ചിലയിടത്ത് ഉപകാരം ഉണ്ടാവും, ചിലയിടത്ത് പറ്റൂല. മഞ്ഞയ്ക്ക് ചിലയിടത്ത് ഉപകാരം ഉണ്ടാവും, ചിലയിടത്ത് പറ്റൂല. അതുപോലെയൊക്കെ തന്നെയാണ് രണ്ട് നിറങ്ങൾ പോലെയാണ് ഇവിടെ നാം പ്രതിപാദിക്കപ്പെട്ടത്. أم تقول الطبيعة إن كل هذا لأنك أيها الأشراط لا تتخذ عيني بكل هذا في ربه. ഇനി വസന്തകാലം വന്നാൽ, നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ വസന്തകാലം. അപ്പോൾ പ്രഭാതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും പ്രഭാതത്തെ പലരും കാണുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ വസന്തകാലത്തിലേക്ക് കടന്നാൽ ഫിർ റബീ തൽഹറു അൽവാനുൽ അലൽ അർള്, ഭൂമിയുടെ നിറങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. വതൽഹറു അൽവാനു നഫ്സ് അലൻ നഫ്സ്, മനസ്സിൻ്റെ നിറങ്ങൾ മനസ്സിലും. വയസ്ന അൽമാ ഉസുൻ അത്തം ഫി തബീബ ഫതുഹ്രിജ തഹാവൽ ബൈന നബാത്ത്, നിർമ്മാണത്തിന് ആവശ്യം പ്രകൃതിയിൽ നിന്ന് ലഭ്യമാണ്, അത് കിട്ടിത്തുടങ്ങും. എല്ലാം പഴയപടിയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങും. വഫിർ റബീ ലാ യളിയു നൂറു ഫിൽ ഐനി വഹദഹ വലാകിൻ ഫിൽ ഖുലൂബി അദൻ. റബീ വസന്തകാലത്ത് പ്രകാശം വരുന്നത് കണ്ണുകളിൽ മാത്രമല്ല ഹൃദയങ്ങളിലേക്കുമുണ്ട്. വലായം ഫിദൽ ഹവായില സുദൂരി ഫഖത്ത്, നെഞ്ചിലേക്ക് മാത്രമല്ല കാറ്റാഞ്ഞു വീശുന്നത്, മറിച്ചോ വലാക്കിനില അവാത്തിഫാഹ കദാലിക്, വികാരങ്ങളിലേക്കും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ള സൗന്ദര്യത്തെ വിശദീകരിക്കുകയാണ്. ഇനി വക്കാനത്തി ഷംസു ഫിഷിദായി കന്നഹ സൂറത്തും മുഅല്ലഖത്തും ഫിസ്സഹാബ, ശൈത്യകാലമായപ്പോൾ സൂര്യനെ മേഘങ്ങൾക്കിടയിൽ ബന്ധിപ്പിച്ചതുപോലെയുണ്ട്. വക്കാന നഹാറു കന്നഹു യുളിയു ബിൽ ഖമറി ലാ ബിശ്ശംസ്, ചന്ദ്രനോ സൂര്യൻ്റെ സഹായമില്ലാതെ പ്രകാശിക്കുന്നത് പോലെ. വക്കാനൽ ഹയാത്തു തലൗഫി അഷ്യാഇൻ കസീറ മാന അബൂസുൽ ജവ്, ഹൃദയം പലതിലും തട്ടി നിന്നു. വയഷ്അറു അന്നഹു മൗജൂദൻ ഫി മആനി ദാത്ത് അക്സർ മിമ്മാ ഹുവ ഫി മൗജൂദിൽ ആലം, സ്വന്തത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാളും സ്വന്തത്തെക്കുറിച്ച് അറിയാൻ ശ്രമങ്ങൾ തുടങ്ങി. വതം തലിഉ ലഹു ദുനിയ ബിൽ അസ്ഹാർ വ മആനിൽ അസ്ഹാർ വഹയുൽ അസ്ഹാർ, പുഷ്പങ്ങൾ കൊണ്ട് ലോകം നിറഞ്ഞു, അതിൻ്റെ അർത്ഥങ്ങൾ കൊണ്ടും. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഭൂമിയുടെ സൗന്ദര്യം, ഭൂമിയിലെ വസ്തുത, ഇത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ജീവിതവുമായൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോഴുള്ള ഒരു സന്തോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഫള്ളുറില ആസാരി റഹ്മത്തില്ല കൈഫ യുഹയിൽ അർള ബഅദ മൗതിഹ, ആദ്യം ഒരു കാലം വരുന്നു, ആ ഒരു ശൈത്യകാലം വരുന്നു, പിന്നെ ഉഷ്ണകാലം വരുന്നു, വസന്തകാലം വരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഫള്ളുറില ആസാരി റഹ്മത്തില്ല കൈഫ യുഹയിൽ അർള ബഅദ മൗതിഹ, അള്ളാഹു ഭൂമിയെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക. മരിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ വേനൽക്കാലമായ എല്ലാം ഉണങ്ങിപ്പോയി ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ചിലപ്പം ഉയർത്തെഴുന്നേൽത്ത് വരും. വൻളുർ കൈഫ യഖ്ലുഖു ഫി തബിയത്തി ഹാദിൽ മആനില്ലത്തി തബ്ഹജു കുല്ല ഹയ്യിൻ, എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്ന പ്രകൃതിയിലെ ഈ മാറ്റങ്ങൾ നോക്കുക. പിത്തരിയഖത്തിലല്ലത്തി യഫ്ഹമു കുല്ലു ഹയ്യിൻ വൻളുർ കൈഫ യജ്അലു ഫിൽ അർളി മാന സുറൂർ, സന്തോഷത്തിൻ്റെ അർത്ഥം ഭൂമിയിൽ എങ്ങനെ അള്ളാഹു വിതച്ചെന്ന് കാണുക. വഫിൽ ജാറ്റി മാനസ് സആദ, അന്തരീക്ഷത്തിനും സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങൾ. വൻളുറിൽ ഹഷറത്തി സൈറ കൈഫ തുഅ്മിനു ബിൽ ഹയാത്തില്ലത്തി തംലുഹ വതത്മഇനു, ചെറിയ കീടങ്ങൾ പോലും ജീവിതം കൊണ്ട് വളരെ സന്തോഷവും ആകുന്നത് കണ്ടില്ലേ. ഉൻളുർ അലൈസ കുല്ല ദാലിക റദ്ദൻ അലൽ യഅസി ബികലിമ ലാ, അതൊക്കെ കണ്ടില്ലേ. അലൈസ കുല്ലു ദാലിക റദ്ദൻ അലൽ, നിരാശയോട് ലാ എന്ന് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുന്ന എല്ലാ നിരാശയോടും അല്ലെങ്കിൽ പ്രതീക്ഷ അറ്റു നിൽക്കുമ്പോഴൊക്കെ നോ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതല്ലേ ഈ പ്രകൃതി. അപ്പോൾ പ്രകൃതിയുടെ ഈ പ്രവർത്തനവും മറ്റുമൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് മനുഷ്യന് നൽകുന്നത് എന്ന് രത്ന ചുരുക്കം.